മൂന്നാളുകളെ നാളെ പരലോകത്ത് അല്ലാഹ് പരിഗണിക്കൂല, നോക്കുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. ഒന്ന് അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ആള്. അത് നിങ്ങൾ ഉപ്പ് കൊടുത്തതാകട്ടെ, മുളക് കൊടുത്തതാകട്ടെ, പർദ്ദ വാങ്ങി കൊടുത്തതാകട്ടെ, ഡ്രസ്സ് വാങ്ങി കൊടുത്തതാകട്ടെ, വീടിന് സഹായിച്ചതാകട്ടെ, എന്ത് നന്മ നിങ്ങൾ ചെയ്തോ എടുത്തു പറഞ്ഞാൽ അൽ മന്നാൻ, അല്ലാഹ് പരിഗണിക്കാത്ത ടീമാ. ഒരാൾ മരിച്ചു, അവിടെ മയ്യത്തിന്റെ തുണി വേണം, വേഗം വാങ്ങിക്കൊടുത്തോളി. മയ്യത്തിന്റെ സ്വത്തുനിന്നാണ് വാങ്ങേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതൊരാൾ വാങ്ങിക്കൊടുത്തിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്, ഞാൻ മയ്യത്തിന്റെ തുണി വാങ്ങി, എവിടെ വെക്കണ്ടേ? എവിടെയും വെച്ചാൽ മതി, ഇത് കാണാൻ വേണ്ടിയിട്ടാ. അപ്പൊ നാലാൾക്കാർ കേട്ടിട്ടില്ല. അപ്പോൾ അവരോട് വീട്ടുകാരാ, ഞാൻ മയ്യത്തിന്റെ തുണിയോട് നീ എവിടെ വെക്കണ്ടാവോ? എവിടെയെങ്കിലും വെച്ചാങ്ങായി. എവിടെ വെച്ചാൽ ഇപ്പം എന്താ ഇത് മമ്പ് പറയാനാണ്. ഞാനാ വാങ്ങിയത് അറിഞ്ഞിട്ടില്ല, അപ്പൊ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഒരു നന്മ ചെയ്താൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ചെറിയൊരു കിറ്റ് കൊടുക്കും, എന്നിട്ട് ഫേസ്ബുക്കിൽ 4 പേജിന്റെ പരസ്യ. എന്താ മനുഷ്യന്മാരെ ഇന്നത്തെ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിച്ചോളി, അപകടമാണ്. 2 അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടവൻ. ഞങ്ങളൊരു പള്ളിയിൽ അസംസ്കരിക്കാൻ കയറി, ഇമാമ് നിൽക്കുന്ന ആള് തുണി നിലത്ത് മുസല്ലയിൽ തട്ടുന്നുണ്ട്. കുറച്ചൊന്നല്ല, ശരിക്കും പാവട നിലത്തിട്ടൂലേ അതുപോലെ. അദ്ദേഹത്തോട് പറഞ്ഞു, തുണി ഒന്ന് കയറ്റി പിടിക്കും, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ്. മുപ്പര മറുപടി, അപ്പൊ പള്ളിന്റെ പ്രസിഡന്റിന് നിര്യാണിക്ക് മേൽ വേണ്ടേ? ഇയാൾ ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാവും? ഇയാളെ മറുപടിയാണ്. ചില ആളുകൾ പറയാം, അത് കരുതി കൂട്ടിയായതൊന്നല്ല, പോയതാണ്. എങ്ങനെയാ പോണത്? ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. പാൻറ്റൊക്കെ 20 വയസ്സ് വരെ ഒരു മനുഷ്യൻ നീളം വെക്കുള്ളൂ. പിന്നെ തടിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, തടി കൂടും കുറയും, നൈറ്റൊന്നും വെക്കൂല. ഇപ്പൊ പിന്നെ 25 വയസ്സുള്ള പാൻറ് അടിച്ചപ്പോ 4 മടക്കെന്തിനാ? പെട്ടെന്ന് വലുതായാൽ താഴ്ത്തിടാനാ ആണോ? പെട്ടെന്ന് വലുതായാൽ താഴ്ത്തിടാനാണോ? എന്തിനായി മടക്കി വെച്ച്? പള്ളി കയറുമ്പോ 4 മടക്ക്, പുറത്തേക്ക് ഇറങ്ങിയ മടക്കയച്ചു. ഇത്രയും നിങ്ങൾ പറയും മനസ്സുകൊണ്ട്. പരലോകത്ത് അല്ലാഹ് പരിഗണിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ദുർന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. 3 അദ്ദയ്യൂസ്, ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ആളാവുക എന്ന് പറഞ്ഞാൽ, ഭാര്യ ദീനീപരമായിട്ട് അത്ര ഒരു നിലവാരം പുലർത്തുന്ന ആളൊന്നുമല്ല. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടും ശ്രദ്ധല്ല, ഡ്രസ്സിലും വേഷത്തിലും ഒന്നും ശ്രദ്ധല്ല. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് മൂപ്പരിങ്ങനെ ഒരു പാവായിട്ട്, ഇവർക്ക് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഓളെ തൊലാക്കല്ലിട്ട് വേറെ പോവുക, വേറെ മാർഗമില്ല. അല്ലാതെ നമ്മൾ ഫാത്തിമി ഓള് മുഹമ്മദ് നിന്നിട്ട് കാര്യമല്ല. നമ്മൾ ഫാത്തിമി ഓള് മുഹമ്മദും അങ്ങനെ കാര്യമല്ല. നമ്മൾ മുഹമ്മദ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, മേൽനോട്ടം പുരുഷനാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്.